ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അൽബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അൽബൈക്ക് ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടാവും. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നമ്മളെ അൽബൈക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ടേസ്റ്റുള്ള ഒരു ബ്രോസ്റ്റ് ലോകത്ത് വേറെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അൽബൈക്കിൻ്റെ ആദ്യ ബ്രാഞ്ച് 1974 ജിദ്ദയിൽ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ 90ഓളം ബ്രാഞ്ചസ് ഉണ്ട്. സൗദി അറേബ്യ വിട്ടു പോയിട്ടുള്ള പ്രവാസികൾ ഉണ്ടാവുമല്ലോ, അവരോട് മിസ് ചെയ്യുന്ന ഒരു ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അവരെന്തായാലും അൽബൈക്ക് പറയാതിരിക്കില്ല. കാരണം എല്ലാവരും അൽബൈക്ക് കഴിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് തിരക്കുമാണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആയാൽ ഭയങ്കര തിരക്കാണ് അൽബൈക്കിലുണ്ടാവുക. വിദേശികളും സ്വദേശികളും ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനിൽ ഇത് ചിക്കൻ നഗറ്റ്സ് ആണ്. ഫിഷ് നഗറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ്റേതുണ്ട്, പിന്നെ അതിൽ ബർഗർ ഉണ്ട്, അതുപോലെ സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു സലാഡാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ. ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ചിക്കൻ തന്നെ നഗറ്റ്സ് ആണിത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ നഗറ്റ്സ് ഇതുപോലെയാണ്, ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ തന്നെ സാൻഡ്വിച്ചും ഉണ്ട്. ഈ ഒരു നഗറ്റ്സ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു 2 സോസ് തരാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു സോസേ കിട്ടിയിട്ടുള്ളൂ. ഒരു റെഡ് കളർ കൂടി ഉണ്ടാവും, ഇന്നതില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണിത്. ഇനി ഈ ഒരു സോസാണ് അതിൻ്റെ ഒപ്പമുള്ള കോമ്പിനേഷന്. ഈ സോസിന് ഒരു പുളിയായിരിക്കും. ഇതിൽ ഇത് സാദാ ചിക്കൻ ബ്രോസ്റ്റാണ്. അപ്പോൾ സാധാ എന്ന് പറഞ്ഞാൽ അൽബൈക്കിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ നമ്മളെ സാധാരണ ബ്രോസ്റ്റിലൊന്നും നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് അത്. അതുപോലെ തന്നെ വരുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. ഓയിലായാലും അതുപോലെ ചിക്കനായാലും ബണ്ണായാലും ഒക്കെ നല്ല, ഈ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയി കേട്ടോ. അപ്പോൾ ഈ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ബണ്ണൊന്നും കഴിക്കൂല. അപ്പോൾ കെച്ചപ്പാണ്. ഇങ്ങനെയാണ് വരിക. ഈ കെച്ചപ്പൊക്കെ ചേർത്ത് ചിക്കന് ഇതിൽ മുക്കി
ഇതെന്താണെന്ന് വെച്ചാൽ അതിലൊരു മസാല ഉണ്ടായിരിക്കും നമ്മളെ ഈ റോസ്റ്റഡ്, അത് അത്യാവശ്യത്തിന്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഞാൻ വാങ്ങിയതിലുള്ളത്. ഇത് സലാഡാണ്, നല്ല രസമാണ്. കാബേജും അതുപോലെ ക്യാരറ്റും ആണിത്. ഇതിനൊരു മധുരമൊക്കെ ഉണ്ടാവും. നല്ലൊരു ക്രീമിലാണ് ഇതിട്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ തൈരൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സലാഡിന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.